സുഹൃത്തെ, ലോ ഓഫ് യൂണിറ്റി അഥവാ ഐക്യത്തിൻ്റെ നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രാപഞ്ചിക നിയമങ്ങളിലെ ഏറ്റവും ശക്തമായ ഒരു നിയമമാണിത്. എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ബന്ധവും ശക്തവും അർത്ഥവത്തായതുമായി മാറ്റണമെങ്കിൽ ഈ നിയമം ആത്മാർത്ഥമായിട്ട് പഠിച്ചിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണിത്. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് പല ആളുകളുടെ ജീവിതത്തിലും അവരുടെ വൈവാഹിക ബന്ധങ്ങളിൽ, പ്രണയബന്ധങ്ങളിൽ അത് തകരാനും ആ ബന്ധം വളരെ നല്ല രീതിയിൽ എന്നേക്കുമായിട്ട് നിലനിർത്താൻ സാധിക്കാതെ പോകുന്നതൊക്കെ ഈ ഒരു നിയമം ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് ലോ ഓഫ് യൂണിറ്റിയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, 5 കാര്യങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്പർ 1, എന്താണ് ലോ ഓഫ് യൂണിറ്റി അഥവാ ഐക്യത്തിൻ്റെ നിയമം? പ്രപഞ്ച തത്വങ്ങളിലെ ഒന്നാണ് ലോ ഓഫ് യൂണിറ്റി. പ്രപഞ്ചത്തിലെ എല്ലാം അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എല്ലാം എല്ലാത്തിൻ്റെയും ഭാഗമാണെന്നും ഈ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ ഈ പ്രിയ സുഹൃത്തിന് അറിയാമോ, ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ഒന്നാണെന്നും അവയ്ക്ക് വേർപിരിയൽ സാധ്യമല്ലെന്നും ഈ ലോ ഓഫ് യൂണിറ്റിയിൽ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ ലോ ഓഫ് യൂണിറ്റിക്ക് വളരെ വലിയ പങ്കാണുള്ളത്. നമ്മളെല്ലാവരും സാമൂഹിക ജീവികളാണ്. ഐക്യമില്ലാതെ അല്ലെങ്കിൽ ഒരുമയില്ലാതെ നമുക്കൊരിക്കലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല, മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതിനാൽ നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരോടും ശക്തവും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ നിയമം നമ്മളെ സഹായിക്കും. നമ്പർ 2, വ്യക്തിപരമായ വളർച്ചയിൽ ലോ ഓഫ് യൂണിറ്റിയുടെ പങ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും പുരോഗമനത്തിനും യൂണിറ്റി അഥവാ ഐക്യം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. അത് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വൈവാഹിക ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും എല്ലാം മനുഷ്യർക്കിടയിൽ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ എന്നിവ നമ്മൾ മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുന്നതിന് ഐക്യം നമ്മളെ സഹായിക്കുന്നു. എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആളുകളോട് നിങ്ങളുടെ കാഴ്ചപ്പാടും ആശയവും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവും കാഴ്ചപ്പാടും നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് അവരും നിങ്ങളും വളരുന്നത്, ആ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ദൃഢമാകുന്നത്. നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ മനസ്സ് തുറക്കുമ്പോഴാണ് ആ ബന്ധങ്ങൾ എന്നേക്കുമായിട്ട് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ദൃഢമാകുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിന് തിരുത്തലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആളുകൾ നിങ്ങളുമായിട്ട് സംസാരിക്കണം. നമുക്കറിയാം, ഐക്യമില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു അപരിചിതരോട് സംസാരിക്കാറുണ്ടോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണമെങ്കിൽ, മനസ്സ് തുറന്ന് ആശയങ്ങൾ പങ്കുവെക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാൻ ഒരു ഐക്യമുള്ള ഒരു സമൂഹത്തിൽ, ഐക്യമുള്ള ബന്ധങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നത്. യൂണിറ്റി അഥവാ ഐക്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. സഹകരണ ബോധത്തോടെ ഒരു കൂട്ടായ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ മനസ്സോടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്പർ 3, ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ലോ ഓഫ് യൂണിറ്റിയുടെ പങ്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഒരു ഫാമിലി ചുറ്റുപാടിലായിക്കോട്ടെ, അതുമല്ലെങ്കിൽ എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ പ്രണയബന്ധങ്ങളിലാകട്ടെ, റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അത് എന്നേക്കുമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതിനും ഐക്യം വളരെ വളരെ പ്രാധാന്യമാണ്. ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, നല്ല സമയത്തും മോശ സമയത്തും കൂടെ നിൽക്കുക എന്നിവയെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മനുഷ്യർക്കിടയിൽ ഐക്യമുണ്ടാകണം. നമുക്കൊരു ഉദാഹരണം നോക്കാം.
ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ബന്ധത്തിൽ യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ രണ്ടുപേരും പൊതുവായ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം താങ്ങും തണലുമാകുമ്പോൾ അവർ രണ്ടുപേരുടെയും ജീവിതത്തിലെ ആ ബന്ധം വളരെ ശക്തമായിട്ട് സ്ഥാപിക്കുകയും അവരുടെ ദാമ്പത്യ ബന്ധം കൂടുതൽ കൂടുതൽ വിജയകരമാവുകയും ചെയ്യുന്നു. ഒരു ഭർത്താവ് ഫാമിലിയിലേക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുമ്പോൾ ഭാര്യ ഏറ്റെടുക്കുന്നത് കുട്ടികളുടെ ഉത്തരവാദിത്തമായിരിക്കാം. ചിലപ്പോൾ അവർക്കിടയിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നു. സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ ഒരു സ്റ്റെബിലിറ്റി അഥവാ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. ഇനി സുഹൃത്തുക്കൾക്കിടയിലുള്ള ബന്ധങ്ങളിലും യൂണിറ്റിയുടെ പവർ നമുക്ക് കാണാം. സുഹൃത്തുക്കൾ അവരുടെ മൂല്യങ്ങളിലും താല്പര്യങ്ങളിലും പരസ്പരം ഒന്നിക്കുമ്പോൾ അവർക്കിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാകുന്നു. ഉയർച്ച താഴ്ചകളിൽ അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്പർ 4, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലോ ഓഫ് യൂണിറ്റി അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, ഈ നിയമം നമ്മളെ എല്ലാ കാര്യങ്ങളുടെയും പരസ്പരം ബന്ധം മനസ്സിലാക്കാനും അവയെ അഭിനന്ദിക്കാനും സഹായിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഐക്യത്തിൻ്റെ ബോധം വളർത്തിയെടുക്കുന്നു. അടുത്തത്, ലോ ഓഫ് യൂണിറ്റി നമ്മളെ മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെയും സഹകരണത്തോടെയും പെരുമാറാൻ സഹായിക്കുന്നു. മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യൂണിറ്റി വളരുമ്പോൾ അല്ലെങ്കിൽ ഐക്യം വളരുമ്പോൾ മാനസിക സംഘർഷങ്ങൾ കുറയുകയും ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയും ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഗുണം, നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ സമൂഹത്തോടും ഉത്തരവാദിത്വ ബോധം കൂടാൻ ഈ നിയമം നമ്മെ സഹായിക്കും. അങ്ങനെ ലോ ഓഫ് യൂണിറ്റി എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിലും സാമൂഹിക ജീവി എന്ന നിലയിലും നമുക്ക് ഗുണങ്ങളല്ലാതെ ദോഷങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. നമ്പർ 5, ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ഓരോ ദിവസത്തിലും ലോ ഓഫ് യൂണിറ്റി നടപ്പിലാക്കാനുള്ള ചില പ്രാക്ടിക്കൽ ടിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ലോകത്തോട് ഐക്യം വളർത്താൻ എൻ്റെ ഈ പ്രിയ സുഹൃത്തിനെ ഒരുപാട് സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം, മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രകൃതിയുമായിട്ട് കൂടുതൽ സമയം ചെലവിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മാനസികമായ ഒരു ഉന്മേഷം ലഭിക്കുകയും പ്രകൃതിയും നമ്മളും തമ്മിൽ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യം നമ്മൾ അറിയാതെ തന്നെ വളരുന്നു. പിന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രാക്ടീസുകളാണ്. പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. നല്ല പ്രാർത്ഥനകളിൽ നന്മയുണ്ടാകും. നല്ല ചിന്തകളും നല്ല ഉദ്ദേശങ്ങളും ഉണ്ടാകും. അത് നിങ്ങളുടെ ഉള്ളിൽ യൂണിറ്റി വളർത്താൻ ഒരുപാട് സഹായിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഓരോ ദിവസവും എൻ്റെ ഈ പ്രിയ സുഹൃത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് യൂണിറ്റി എന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും എൻ്റെ ഈ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇന്ന് പഠിച്ച ഈ 5 കാര്യങ്ങളും എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ, ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കുക. ഒരിക്കലും എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യങ്ങളായാലും വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും അതൊക്കെ എന്നാണോ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.